In this video, you will be seeing me trying to do a 10-hour study challenge. Yes, you heard me right, a 10-hour study challenge. Hi, I am Ajay, a second-year MBBS student from Government Medical College, Idukki. I made some coffee for myself. The timer is set and the table is also ready for studying. So the thing about waking up early is that hostel എല്ലാവരും കിടന്നുറങ്ങുമായിരിക്കത്തുള്ളൂ. You will be the only one who is awake. ഭയങ്കര സൈലൻസ് ആയിരിക്കത്തുള്ളൂ രാവിലെ. And yeah, when the world is asleep, you are awake to chase your dreams. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളായിരുന്നു ഇതുപോലെ ചെയ്തിട്ട്. കാരണം ഇവിടെ രാവിലെ എഴുന്നേൽക്കുന്ന പതിവ് കുറവാണ്. ലൈക്ക് ഐ ആം എ മോർണിംഗ് പേഴ്സൺ ആക്ച്വലി. മെഡിക്കൽ കോളേജിൽ കയറിയത് പിന്നെ സ്ലീപ്പ് ഷെഡ്യൂൾ എല്ലാം മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പറയുമ്പോൾ മൈക്രോബയോളജിയാണ്. ഐ ആം തിങ്കിങ് ഓഫ് സ്റ്റഡിങ് ടിൽ 8 ഒരു 2 hours. Walked over, joining the line. Jaw dropped, you wearing all white. Wonder when you got so fine. Yeah. Said hi. So basically we covered 2 hours. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു 2 hours കംപ്ലീറ്റ് ആയത്. ആൻഡ് ഞാൻ ഭയങ്കര സാച്ചുറേറ്റഡ് ആയി. ഇതിപ്പോൾ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര മഴയാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ലൈബ്രറി പോണ കാര്യം ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുക. ഞാൻ ബേസിക്കലി പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. സോ അവിടെ വരെ നടക്കാനായിട്ട് മടിയാണ് ലൈബ്രറി പോകുന്നില്ലെങ്കിൽ. സോ ഐ ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ജാം വരട്ടിയിട്ട് 2 ബ്രെഡ് കഴിക്കും. സോ ദാറ്റ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഉച്ചയ്ക്ക് എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കണം. സോ യാ, I'll go and take a quick shower. Then a few moments later. Welcome back. ഞാൻ കുളിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഫ്രണ്ട് ഇതുവരെയും ഫോൺ എടുത്തിട്ടില്ല. സോ അവൾ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ലൈബ്രറിയിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ലൈബ്രറിയിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ വിൽ സ്റ്റാർട്ട് സ്റ്റഡിങ് ഇൻ മൈ റൂം ഇറ്റ് സെൽഫ്. ഇഫ് യു ഹാവ് എ സ്റ്റഡി പാർട്ട്ണർ ഇൻ മെഡിക്കൽ കോളേജ്, ദ തിങ് ഇസ്, ഇപ്പോൾ എനിക്കറിയാത്ത ടോപ്പിക്സ് ആണെങ്കിൽ പുള്ളിക്കാർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വേറെ ലൈബ്രറിയിലിരിക്കുന്ന വേറെ ഫ്രണ്ട്സിനെ അറിയായിരിക്കും. സോ വിൽ സ്റ്റാർട്ട് ഡിസ്കസിങ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ലൈക്ക് നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് വേറെ ഒരാളെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും വിൽ ഫീൽ കോൺഫിഡൻറ്റ് അബൌട്ട് അവർ സെൽസ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ആ ടോപ്പിക്ക് പഠിക്കുമ്പോഴായിരിക്കത്തുള്ളൂ നമുക്ക് മനസ്സിലാവുക, ഓക്കെ ഞാൻ ആ ടോപ്പിക്കിൽ ഇന്ന പോർഷൻസിൽ വീക്കാണ്. സോ ഐ ഹാവ് ടു റീഫ്രഷ് മൈ മെമ്മറി, റൈറ്റ്? സോ നമ്മൾ വീണ്ടും അത് എടുത്തു നോക്കും. അപ്പോൾ നമ്മളുടെ തലയിൽ അത് രജിസ്റ്റർ ആവും. എൻ്റെ എക്സാമിന് നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ച കാര്യങ്ങളായിരിക്കില്ല ഓർത്തിരിക്കുക. കൂടുതൽ നമ്മൾ ഗ്രൂപ്പായിട്ട് പഠിച്ചിരുന്ന കാര്യങ്ങൾ, നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞു തന്ന കാര്യങ്ങൾ, ക്ലാസ്സിൽ ടീച്ചർ എന്തെങ്കിലും ജോക്ക് പറഞ്ഞപ്പോൾ ആ ജോക്കിൻ്റെ കൂടെ പറഞ്ഞ എന്തെങ്കിലും ഇൻഫർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കത്തുള്ളൂ എക്സാംസിൽ കൂടുതൽ നമുക്ക് റിട്ടൻഷൻ ഉണ്ടാവുക മെമ്മറിയിൽ. സോ അറ്റ് ലാസ്റ്റ് അവളെ കിട്ടി. അവളുടെ റൂംമേറ്റിനെ വിളിച്ചു, ഫോൺ എടുത്തു. അപ്പാരൻ്റ്ലി ഷി വാസ് സ്ലീപ്പിംഗ്. എന്നിട്ടിപ്പോൾ മടി കാരണം പറഞ്ഞു ലൈബ്രറിയിലേക്ക് വരുന്നില്ല. ആൻഡ് യെസ്, ഐ ഗെസ് ഇറ്റ്സ് നൈസ്. കാരണം എനിക്ക് ഈ മഴയത്ത് പുറത്ത് പോകാനായിട്ട് കുറച്ച് മടിയുണ്ട്. പക്ഷേ യെസ്, വി ആർ ബാക്ക് ടു ദ ട്രാക്ക് റൈറ്റ് നൗ. നമ്മളിനി അടുത്ത ടോപ്പിക്സ് നോക്കാം. So it's currently going to be 10 right now and I'll be starting with my pathology. ഒരു 2 hours ആയിരിക്കും ഈ സ്റ്റഡി സെഷൻ. Completed our 2 hour study session. So totally we have done 4 hours today and 6 more hours to go. And ഇപ്പോൾ ടൈം ഇറ്റ് ഇസ് 12. ഞാനൊരു 12:30 ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ പോകും. ദെൻ ഐ വിൽ റീച്ച് ബാക്ക് ബൈ 1. ദെൻ വിൽ സ്റ്റാർട്ട് അറ്റ് 1:30. Currently 1:35 something. 1:35 അല്ല, sorry, 1:40 ആയി. I was watching some YouTube videos to get updated. So അതങ്ങനെ കണ്ടവിടെ ഇരുന്ന് പോയി. ഇനിയിപ്പോൾ പാത്തോളജി നമ്മൾ ബാക്കി പഠിച്ച സാധനങ്ങൾ വീണ്ടും പഠിച്ചു തീർക്കാനുണ്ടായിരുന്നു. ആ ടോപ്പിക്ക് പകുതിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഉച്ചയ്ക്ക്. സോ ഐ ഷുഡ് കവർ ദാറ്റ് ടോപ്പിക്സ് ഫസ്റ്റ്. അപ്പോൾ 1 to ഒരു ലൈക്ക് ഇപ്പോൾ 2 hour ആയി ബേസിക്കലി. സോ ഒരു 4 വരെ ഉള്ള ഒരു സ്റ്റഡി സെഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതും ഒരു 2 hours ആയിരിക്കും. So basically ഒരു 6 hours അപ്പോഴേക്കും കംപ്ലീറ്റ് ആവും. Then we have 4 more hours to complete. So yeah, let's go. Yeah.
Yeah. Said hi and asked what's been up. Kept talking month after month. Your time, I can't get enough. I'm kind of exhausted right now. In the sense, saturated അല്ല പക്ഷേ ഐ എം എക്സോസ്റ്റഡ്. എനിക്ക് ആക്ച്വലി മതിയായി. സോ റൈറ്റ് നൗ ഐ ആം ഗോയിങ് ടു ടേക്ക് എ ബ്രേക്ക് കുറച്ച് നേരത്തേക്ക്. ചിലപ്പോൾ ഐ ടേക്ക് എ ലിറ്റിൽ വാക്ക്, എ സ്മോൾ വാക്ക്, മേലെ പോയിട്ട് ഓർ എഡിറ്റ് സംതിങ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. ഐ ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ്, പക്ഷേ വി ആർ നോട്ട് ഗിവിങ് അപ്പ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 hours കംപ്ലീറ്റ് ചെയ്തു. ഇനി 4 more hours ഉണ്ട്. ഞാൻ ഭയങ്കര സാച്ചുറേറ്റഡ് ആയി. ആൻഡ് എൻ്റെ റൂംമേറ്റ് എത്തി. ഐ എം റിയലി സാച്ചുറേറ്റഡ് ആയിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ തലക്കുടി പോയിട്ട് ആകെ വട്ട് പിടിച്ചിരിക്കുക. ആദ്യമേ ഔട്ടായത് ഞാൻ. ഇനി കിടന്നുറങ്ങാൻ പോവാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സോറി, ഞാൻ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് എല്ലാം അറിയിക്കാൻ കേട്ടോ. ബൈ ഗൈസ്.